കേരള കോൺഗ്രസ് മാണി വിഭാഗം യുഡിഎഫിലേക്ക് വരുന്നതിന്റെ ചർച്ചകൾക്ക് മുന്നിൽ വാതിലടച്ച് മന്ത്രി മോൻസ് ജോസഫ്. അത്തരം ചർച്ചകൾക്ക് ഇപ്പോൾ രാഷ്ട്രീയ പ്രസക്തിയില്ല. 102 സീറ്റ് നേടിയുള്ള വമ്പൻ വിജയത്തോടെ മാണി വിഭാഗത്തിന് ഒരു ശക്തിയുമില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ന്യൂസ് മലയാളം ക്രോസ് ഫയറിലായിരുന്നു മോൻസ് ജോസഫിന്റെ നിർണായക പരാമർശം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു ഉപകാരം കിട്ടി. ഇവരെ വല്ല കാരണവശാലും ഇതിനു മുമ്പ് എടുത്തിരുന്നെങ്കിൽ ഇപ്പം കേരളത്തിലുണ്ടായ ഈ അഭിമാനകരമായ 102ന്റെ വിജയം ടീം യു ഡി എഫിന്റെ വിജയമാണ് എന്ന് ഞങ്ങൾ പറയുന്ന ഈ വിജയം മുഴുവൻ എല്ലാവരും വിചാരിച്ചാൽ ഇവർ വന്നുകൊണ്ട് കിട്ടിയതാണ്. ഈ നെട്ടോ അടിച്ചുകൊണ്ട് അവർ പോയത് ഞങ്ങളെല്ലാം വട്ടപൂജ്യം പോലെ ഇങ്ങനെ വഴിയാതെ അടിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഞങ്ങൾക്ക് എന്ത് ഞങ്ങളാരും അല്ല, അവർ വന്നിട്ട് ഇത് പൂരിക്കാര്യം തെളിഞ്ഞു. വരില്ലേലും കേരളത്തിൽ യു ഡി എഫ് ശക്തമായി മുന്നോട്ട് പോകും. ഇവർക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. യു ഡി എഫിന്റെ ഒരു കെയർ ഓഫിൽ കിട്ടിയ മെച്ചവും ആനുകൂല്യവും അല്ലാതെ. ആൽവിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആൽവിൻ, മാണി സാറിന്റെ പാർട്ടി തിരികെ മടങ്ങി വരണമെന്ന് അബു ജോൺ ജോസഫ് ഒരിടത്ത് പറയുന്നു, മോൻസ് ജോസഫ് മറ്റൊരിടത്ത് പറയുന്നു പാർട്ടി വരേണ്ട ആവശ്യമില്ലെന്ന്. അതെ ശരി, അങ്ങനെ ഒരു പരസ്പര വിരുദ്ധമായ ഒരു അഭിപ്രായം ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ ജോസഫ് വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. നമ്മുടെ ക്രോസ് ഫയറിൽ ഈ സനീഷ് ന്യൂസ് ഡയറക്ടറുമായി സംസാരിച്ചപ്പോഴാണ് മോൻസ് ജോസഫ് ഇത്തരത്തിൽ പരാമർശം നടത്തുന്നത്. ഇപ്പോൾ മാണി ഗ്രൂപ്പ് ഈ ഘട്ടത്തിൽ വരേണ്ട ഒരു സാഹചര്യം ഇല്ല. അത് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ജയത്തിന്റെ ക്രെഡിറ്റ് അവർ കൊണ്ടുപോകുമായിരുന്നു എന്നുള്ള തരത്തിലാണ് അവർ പറയുന്നത്. പക്ഷേ ആ ക്രെഡിറ്റ് ഇപ്പോൾ ജോസഫ് വിഭാഗത്തിന് തന്നെയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചത് കൊണ്ടാണ് ജോസഫ് വിഭാഗത്തിന് ആ ക്രെഡിറ്റ് ഉണ്ടായത്. മാണി വിഭാഗത്തെ കൂടെ കൂട്ടിയിരുന്നുവെങ്കിൽ അവർ ആ ക്രെഡിറ്റ് തട്ടുമായിരുന്നു എന്ന തരത്തിലാണ് അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ അവർ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ മുന്നണിയിലേക്കോ പാർട്ടിയിലേക്കോ വരേണ്ടതില്ല എന്നുള്ളൊരു ഒരു അപ്രഖ്യാപിത നിലപാട് എന്ന നിലയിലാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്ന പോലെ പാർട്ടിയുടെ ജോസഫ് വിഭാഗത്തിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ കൂടിയായ അപ്പു ജോസഫ് MLA പറഞ്ഞത് അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ജോസ് കെ മാണി വിഭാഗം തിരികെ മടങ്ങി പാർട്ടിയിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതാണ്. ധൂർത്തനായ പുത്രൻ തിരിച്ച് വന്നതുപോലെ തിരിച്ചു മടങ്ങണമെന്നുള്ള ബൈബിൾ വാക്യമൊക്കെ ഉദ്ധരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്ന് ഒരു വിരുദ്ധമായ നിലയിലാണ് ഇപ്പോൾ മോൻസ് ജോസഫിന്റെ ഒരു പ്രതികരണം വരുന്നത്. ഈ ഘട്ടത്തിൽ മാണി ഗ്രൂപ്പ് വരേണ്ടതില്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായമായി അദ്ദേഹം പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ശരി ആൽവിൻ, ശരി. അപ്പം മാണി ഗ്രൂപ്പ് വരുന്നതിൽ, തിരികെ UDF-ലേക്ക് വരുന്നതിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ 2 അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു എന്ന് സാറിന് നമുക്ക്